ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്ര സിമ്പിൾ അല്ലാത്ത എന്നാൽ വളരെ സിമ്പിളായ ഒരു റെസിപ്പിയുമായാണ് പുളി ഇഞ്ചി. ഇന്നത്തെ വീഡിയോ എങ്ങനെ പുളി ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. നമുക്ക് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഇഞ്ചി ചെറുതായി നുറുക്കിയത്, പുളി നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, ഉപ്പ്, പച്ചമുളക്, കായപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, ശർക്കര, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കടുക്, വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടത്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഉരുളിയാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊരു 500 ഗ്രാം ഇഞ്ചി ഉണ്ട്. അത് നല്ലവണ്ണം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ചെറുതാക്കി മുറിക്കാൻ കഴിയുമോ അത്രയും നല്ലത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. വഴറ്റിയെടുക്കൽ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇഞ്ചി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് നല്ലവണ്ണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം എണ്ണ ഇഞ്ചി പുളിക്ക് ആവശ്യമില്ല. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഇത്രയൊന്നും ഇഞ്ചി നമുക്ക് ഉണ്ടാവില്ല. ഇത് നല്ലവണ്ണം ചുരുങ്ങി കുറച്ച് മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ ഇത് 500 ഗ്രാം ആണെങ്കിൽ അതൊരു 200 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഞ്ചിയുടെ കളറൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 12 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കറിവേപ്പില, ഒരു 10 സ്ട്രിങ് കറിവേപ്പില അതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും ഇതിൽ കിടന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. 6 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 2 ലിറ്റർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇപ്പോൾ എടുത്തത്. അതിന് നല്ലവണ്ണം അതിൻ്റെ സത്തൊക്കെ നമുക്ക് പോകാതെ വിധത്തിൽ നമുക്ക് പുളി ഇതിലേക്ക് പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ഇടുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂണോളം കായപ്പൊടി, 3 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലവണ്ണം ഇത് തിളക്കണം. നമ്മുടെ പണി തീർന്നു. ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വരണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ 2 പീസ് ശർക്കര ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കതിനെ ഉരുക്കി അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വെച്ച് നല്ലവണ്ണം ഇത് കുറുക്കിയെടുക്കാം. ഇപ്പം ഞാൻ 3 അണി ശർക്കര ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് നല്ലവണ്ണം ഇളകിക്കോളും. ഇത് നല്ല കുറുകി വരുമ്പോഴേക്ക് ശർക്കരയുടെ മധുരം കൂടെ അതിൽ വന്നോളും. നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. ഇവിടെ കിടന്നിട്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ആ ചൂടിൽ തന്നെ ഒന്ന് കുറുകി കിട്ടും. നല്ല അതിൻ്റെ ടേസ്റ്റെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ കണക്കിനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇതിലിനി താളിച്ചിടുന്നത് നാളെയാണ് താളിച്ചിടുന്നത്. ഇതിലിപ്പോൾ ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ വെക്കുക. ഇതിൽ കിടന്ന് ഇതൊന്ന് സെറ്റായി കിട്ടണം. അതിനുശേഷം നാളെ മാത്രമേ നമ്മളിത് താളിച്ചിടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് ഒന്ന് തണുക്കാൻ വിടാം.
നമുക്ക് ഇഞ്ചി പുളിക്കേനി താളിച്ചിടാം. അതിനാവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടായ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാൽ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഇടാം. കറിവേപ്പില ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പുളി ഇഞ്ചിനെ നമുക്ക് അതിലേക്ക് ഇനി താളിച്ചിടാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി ഇഞ്ചി നല്ലവണ്ണം താളിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി റെഡിയായി.